മരണത്തിന് ശേഷം ശരീരം നാശവിധേയമാണ്. ശവശരീരത്തെ സംസ്കരിക്കുന്നതിന് മനുഷ്യർ വിവിധ മാർഗങ്ങൾ അവലംബിക്കുന്നുണ്ട്. കല്ലറകളിൽ അടക്കുക, ദഹിപ്പിക്കുക, പക്ഷിമൃഗാദികൾക്ക് ഭക്ഷിക്കുവാനായി ഉപേക്ഷിക്കുക എന്നിങ്ങനെ പല രീതിയിൽ. മിക്ക ജനവർഗങ്ങളും ശവശരീരത്തോട് ആദരപൂർവമാണ് പെരുമാറുന്നത്. അമർത്യതയെക്കുറിച്ചുള്ള ചിന്തയാണ് ഇതിന് പിന്നിൽ. അനുയോജ്യമായ ആചാരങ്ങളോടുകൂടി ഭൂമിയിൽ വെട്ടിയുണ്ടാക്കിയ കല്ലറയിലോ കുഴിയിലോ സമുദ്രത്തിലോ ശവശരീരത്തെ മറവ് ചെയ്യുന്നതിനെയാണ് അടക്കം ചെയ്യുക എന്ന് പറയുന്നത്. മരിച്ചവർ മൃതന്മാരുടെ ദേശത്ത് സാധാരണ മനുഷ്യരെപ്പോലെ ജീവിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ഈജിപ്തുകാർ മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കുവാൻ നന്നേ പണിപ്പെട്ടിരുന്നു. ആയുധങ്ങളും ഉപകരണങ്ങളും മമ്മികളോടൊപ്പം വയ്ക്കുക പതിവുമായിരുന്നു. മൃതന്റെ കൂടെ പോകുന്നതിനായി ഭാര്യയെയോ ഭൃത്യനെയോ കൊന്ന് പ്രേതത്തോടൊപ്പം മറവ് ചെയ്യുന്ന ഏർപ്പാടും ഈജിപ്തിൽ അഥവാ മിസ്രയീമിൽ നിലവിലുണ്ടായിരുന്നു. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. ഉൽപ്പത്തി 3:19. ഈ ദൈവവചനമനുസരിച്ചാണ് ഇസ്രായേല്യർ തങ്ങളുടെ മരിച്ചവരെ മണ്ണിൽ അടക്കുന്നത്. പിതാക്കന്മാരുടെ കാലത്ത് പല തലമുറകളിലെയും വ്യക്തികളെ ഒരേ കുടുംബക്കല്ലറയിൽ അടക്കുക സാധാരണമായിരുന്നു. ഈ കല്ലറകൾ ഗുഹകളോ പാറകളിൽ വെട്ടിയുണ്ടാക്കിയതോ ആയിരിക്കും. സാറ ഉൽപ്പത്തി 23:19, അബ്രഹാം ഉൽപ്പത്തി 25:9, ഇസഹാക്ക്, റെബേക്ക, ലേയ ഉൽപ്പത്തി 49:31, യാക്കോബ് ഉൽപ്പത്തി 50:13. ഈ 6 പേരെ മക്പേല ഗുഹയിൽ അടക്കി. കല്ലറ മരണസ്ഥലത്തിന് വളരെ അകലെയാണെങ്കിൽ മരിക്കുന്ന സ്ഥലത്തിനടുത്ത് അടക്കുമായിരുന്നു. ദബോരയെ ബേഥേലിനടുത്തും റാഹേലിനെ എഫ്രാത്തിക്കുള്ള വഴിയരികിലും അടക്കി. ഉൽപ്പത്തി 35:8, 19, 20 വാക്യങ്ങൾ. മരണത്തിൽ വസ്ത്രം കീറി അരയിൽ 2 ശീല ചുറ്റി വിലപിക്കും. ഈ വിലാപം 7 ദിവസം വരെ നീണ്ടു നിൽക്കും. ഉൽപ്പത്തി 37:34, 35, 50:10. ഗിദയോൻ, ശിംശോൻ, ന്യായാധിപന്മാർ 8:32, 16:31, അസാഹേൽ, അഹീഥോഫേൽ, 2 ശമൂവേൽ 2:32, 17:23, ശൗൽ 2 ശമൂവേൽ 21:12 മുതൽ 14 വരെ എന്നീ ആളുകളെ പിതാക്കന്മാരുടെ കല്ലറകളിലാണ് അടക്കം ചെയ്തത്. ശവശരീരത്തെ ശവമഞ്ചത്തിൽ ചുമന്നുകൊണ്ടുപോകും. 2 ശമൂവേൽ 3:31. ഒരു നല്ല ശവമടക്കം ലഭിക്കാതിരിക്കുന്നത് ദൗർഭാഗ്യമായി കരുതപ്പെട്ടിരുന്നു. 1 രാജാക്കന്മാർ 3:22, യെരമ്യാ പ്രവചനം 16:6. കല്ലറകൾ പൊതുവെ പട്ടണത്തിന് പുറത്തായിരുന്നു. കല്ലറകളുടെ മേൽ സ്മാരകങ്ങൾ ഉയർത്താറുണ്ട്. സാധാരണ ജനത്തിൻ്റെ ശവസംസ്കാരത്തിനായി യെരുശലേമിന് പുറത്ത് ഭൂമി ഒഴിച്ചിട്ടിരിപ്പുണ്ടായിരുന്നു. 2 രാജാക്കന്മാർ 23:6, യെരമ്യാ പ്രവചനം 26:23. വധിക്കപ്പെട്ട കുറ്റവാളികളുടെ ശവക്കുഴിക്കുമേൽ കൽക്കൂമ്പാരം കൂട്ടും. ഉദാഹരണം ആഖാൻ, യോശുവ 7-ാം 26, അബ്ശാലോം 2 ശമൂവേൽ 18:17, ഹായി രാജാവും 5 കനാന്യ രാജാക്കന്മാരും, യോശുവ 8:29, 10:27. ശവസംസ്കാരത്തിൻ്റെ ചില വിശദാംശങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. മൃതശരീരത്തെ കുളിപ്പിച്ച് എണ്ണ പൂശും. അപ്പോസ്തല പ്രവൃത്തികൾ 9:37, മർക്കോസ് 16:1. സുഗന്ധവർഗമിട്ട് ശീല കൊണ്ട് അഥവാ ലിനൻ കൊണ്ട് പൊതിഞ്ഞുകെട്ടും. യോഹന്നാൻ 19:40. കൈയും കാലും ശീല കൊണ്ട് കെട്ടും. മുഖം റൂമാൽ കൊണ്ട് മൂടും. യോഹന്നാൻ 11:44. മുറയിട്ട് കരയുന്നതും മാറത്തടിക്കുന്നതും സാധാരണമാണ്. വിലാപക്കാരുത്തികളെയും കുഴലൂത്തുകാരെയും വിളിക്കാറുമുണ്ട്. മത്തായി 9:23. മരിച്ച് വളരെ താമസിയാതെ തന്നെ മിക്കവാറും അന്ന് തന്നെ ശവം മറവ് ചെയ്യും. ശ്മശാനങ്ങൾ നഗരത്തിന് പുറത്തായിരുന്നു. പൊതുശ്മശാനങ്ങൾ ഉണ്ടായിരുന്നു. മത്തായി 27:7. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കല്ലറകൾ നിർമ്മിക്കുന്നവരുണ്ടായിരുന്നു. മത്തായി 27:60. ശവപ്പെട്ടികൾ ഉപയോഗിച്ചിരുന്നില്ല. ശവമഞ്ചങ്ങളിലാണ് ശവം ചുമന്ന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ലൂക്കോസ് 7:12-14. യഹൂദന്മാർ ശവം ദഹിപ്പിക്കുകയില്ല.
കല്ലറകളെ മോടി പിടിപ്പിക്കുകയും വെള്ള തേയ്ക്കുകയും ചെയ്തിരുന്നു. മത്തായി 23, 29, 27. ശവക്കല്ലറകളെ തിരിച്ചറിയുവാനായിരുന്നു പ്രത്യേകിച്ച് രാത്രിയിൽ വെള്ള തേച്ചിരുന്നത്. തന്മൂലം കടന്നു പോകുന്നവർ അറിയാതെ കല്ലറകളെ സ്പർശിച്ച് അശുദ്ധരാവാൻ ഇടയാവുകയില്ല. കള്ളന്മാരും ജന്തുക്കളും പെട്ടെന്ന് പ്രവേശിക്കാതിരിക്കുവാൻ കല്ലറകളുടെ ദ്വാരങ്ങളെ ഉറപ്പായി ബന്ധിക്കുകയും വലിയ കല്ലുകൾ ഉരുട്ടിവെക്കുകയും ചെയ്തിരുന്നു.